Uh, yeah, praise God. നമ്മൾ actually കഴിഞ്ഞ praise God, Shreja. Yeah. Okay. Yeah, നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you, Lord, for this time. Father, we thank you for your presence. Thank you, Lord, for your goodness. Thank you, Lord, for your mercy. Thank you, Father, for everything that you've done for us. Lord, you're a good God. Amen. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും കർത്താവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ, വന്ദിക്കുന്ന കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ എന്ത് പകരം തരും? ഞങ്ങൾ കർത്താവ് രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക. കർത്താവ് അങ്ങേ സ്തുതിക്കും, അങ്ങേ ആരാധിക്കും, അങ്ങേ സേവിക്കും. കർത്താവെ, ഞങ്ങളെയൊക്കെ അങ്ങ് ഹല്ലേലൂയയിൽ നിന്ന് എടുത്തതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. Thank you, Father, for lifting us up out of the miry clay and putting our feet on the rock. Hallelujah. Thank you, Lord, for your tremendous goodness. Hallelujah. Thank you, കർത്താവെ, അങ്ങയുടെ കർത്താവെ വിലയേറിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിനെക്കാട്ടിലും അപ്പുറം അങ്ങ് കർത്താവെ ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വലിയ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ തേടി വരുന്ന സ്നേഹം. ഹല്ലേലൂയ. ഞങ്ങളെ ഏതൊരു പ്രതികൂലത്തിനകത്തുനിന്നും വിടുവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്നേഹം, ഏതൊരു പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കാൻ ശക്തമായിരിക്കുന്ന സ്നേഹം, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ഒരു നാളും തള്ളുകയില്ല, കൈവിടുകയില്ല എന്ന് കർത്താവ് അങ്ങയുടെ വലിയൊരു വാഗ്ദത്തമുണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം വാക്ക് മാറാത്തതായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ബൈബിളിനായിട്ട് സ്തോത്രം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം, അതിന്റെ ആഴങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ. ഒരു നാളും മാറാത്ത വചനം. ഹല്ലേലൂയ. ആകാശവും ഭൂമി മാറിയാലും, ഹല്ലേലൂയ, പർവ്വതങ്ങൾ കർത്താവെ ഇളകി സമുദ്രത്തിൽ നീങ്ങിയാലും, ഹല്ലേലൂയ കർത്താവെ, ഈ ലോകം മാറിപ്പോയാലും മാറാത്തൊരു വചനം തന്നതിനായിട്ട് സ്തോത്രം. അതിൽ കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ പദ്ധതി എന്തെന്ന്, കർത്താവെ അങ്ങയുടെ വഴികൾ എന്തെന്ന്, കർത്താവെ ഹല്ലേലൂയ, അങ്ങയുടെ നടത്തിപ്പുകൾ എന്തെന്ന് കർത്താവെ ഗ്രഹിപ്പാൻ കർത്താവെ അങ്ങ് തരുന്ന എല്ലാ വഴികൾക്കായിട്ടും വിധങ്ങൾക്കായിട്ടും സ്തോത്രം. അല്ലെ, അതിനെ മുറുകെ പിടിച്ചാൽ കർത്താവെ അങ്ങേ മുറുകെ പിടിക്കുന്നത് പോലെ തന്നെ ആകുന്നല്ലോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവെ അതിനെക്കുറിച്ച്, അങ്ങയുടെ വചനത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊരു ജ്ഞാനവും കൂടുതലായിട്ടൊരു അറിവും കൂടുതലായിട്ടൊരു വെളിപ്പാടും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അല്ലെങ്കിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പ് ഏറ്റുനേരിയിരിക്കും. പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളുടെ സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവെ അങ്ങക്ക് ഹിതമല്ലാത്തത്, ഹല്ലേലൂയ, അങ്ങയുടെ വചനത്തിനോട് ചേർന്ന് പോകാത്തത് എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ, അങ്ങ് കർത്താവ് ഞങ്ങളെ വചനം വായിച്ച് വിടുവിക്കുന്നതിനായിരിക്കും സ്തോത്രം. ഈ സമയത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവെ അങ്ങ് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. മനുഷ്യന്റെ ശബ്ദമല്ലല്ലോ കർത്താവെ, അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ കർത്താവചനം അങ്ങ് കർത്താവെ ഹല്ലേലൂയ അങ്ങ് ഞങ്ങൾക്ക് നൽകി തരുന്നതിനായിട്ട് സ്തോത്രം. ഈ സമയത്തിനായിട്ട് സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മള് കഴിഞ്ഞ ആഴ്ച ക്രോസ് ഓഫ് ക്രൈസ്റ്റിനെ പറ്റി ആയിരുന്നല്ലോ നോക്കിക്കൊണ്ടിരുന്നേ, കർത്താവിന്റെ കുരിശിനെ പറ്റി. അപ്പം കർത്താവിന്റെ കുരിശിനെ പറ്റി നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. നമ്മൾ ഏറ്റവും അധികം ക്രോസ് ഓഫ് ക്രൈസ്റ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കുന്നത്. ഏറ്റവും അധികമായിട്ട് നമ്മള് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് അതിനകത്ത് ചോയ്സിനെ പറ്റി നമ്മൾ നോക്കിയതല്ലേ. കർത്താവ് തന്ന ചോയ്സ്, നമ്മൾ 4 ടൈപ്പ് ചോയ്സ് കണ്ടു. ഇഫ് യു വിൽ want to follow me, you must pick up your cross, then follow me on a daily basis, അല്ലെ. നമ്മൾ ഈ 4 types of choicesനെ പറ്റി പ്രത്യേകിച്ച് കണ്ടു. നമ്മൾ എന്ത് കണ്ടു? നമ്മള് ലോകത്തിലെ ആൾക്കാർക്ക് യേശുക്രിസ്തുവിന്റെ കുരിശ് ചുമക്കാൻ സാധ്യമല്ലെന്ന് കണ്ടു, അല്ലെ. യേശുക്രിസ്തുവിന്റെ കുരിശ് രോഗം, ദുഃഖം, ദാരിദ്ര്യം, പട്ടിണി എല്ലാം നമ്മൾ കണ്ടു, അല്ലെ.
അപ്പം നമ്മള് അതെല്ലാം യേശുക്രിസ്തുയുടെ കുരിശ് എന്തല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഓൾ ദിസ് ഇസ് നോട്ട് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് മനസ്സിലായി. അപ്പം when you look at what is the cross of Christ, you can see many things. പക്ഷെ before we come to what is the cross of Christ, നമുക്ക് പോളിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കാമേ. പൗലോസിന്റെ കുറെ കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. 2 Corinthians chapter 11, നമ്മൾ കുരിശിനെ പറ്റി സംസാരിക്കുമ്പോൾ ഉടനെ ആൾക്കാർ ബൈബിൾ വായിച്ച ആൾക്കാർ ഉടനെ തപ്പിപ്പോകുന്ന ഒരു വേഴ്സ് ഇതാ. പോളിന്റെ കണ്ണിലെ വിഷയം. പോൾ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. പോള് ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ചു, കഷ്ടത്തിലായിരുന്നു, ഫൈനാൻസിന്റെ ഞെരുക്കത്തിലുണ്ടായിരുന്നു ഒക്കെയുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു വേഴ്സസ് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? നമ്മളെപ്പോഴും വചനം വായിക്കുന്നു, വചനം എപ്പോഴും കണക്റ്റഡാ. ഞാൻ നേരത്തെ പണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കിപ്പോ ഇതിപ്പോ ഒരു പീസ് ടിഷ്യൂ പേപ്പർ, ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു സൈഡ് കീറിയെങ്കിൽ, ഓക്കെ, നമ്മളിങ്ങനെ ഒരു വല്ലാത്തൊരു രീതി കീറിയാൽ ഇത് നമുക്ക്, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, ഇതൊരു ടിഷ്യൂ പേപ്പർ, അതായത് അതിന്റെ ഭാഗം ഞാൻ കീറിയതാണ്. അപ്പൊ ഇങ്ങനെ നാച്ചുറലി ഫിറ്റ് ആണ്. പക്ഷെ നമുക്ക് ബൈബിൾ കിട്ടുമ്പം നമ്മൾ ബൈബിൾ വായിക്കും, നമ്മൾക്ക് കിട്ടുന്നത് ഒരു പസിലായിട്ടാണ് അല്ലെ. കൊച്ചു പിള്ളേരുടെ പസിലുണ്ടല്ലോ, കൊച്ചു പിള്ളേർ കളിക്കാൻ നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത്രയൊരു പസിൽ പോലെയാ നമ്മുടെ കിട്ടുന്നത്. അപ്പം കുറെ പീസസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് പസിലിൽ വേറൊരു ഭാഗമാണെങ്കിൽ, ഓക്കെ, ഇത് വേറെ ഒരു ഭാഗമാണെങ്കിൽ നമ്മൾ ഇത് രണ്ട് നോക്കും, ഇങ്ങനെ ഫിറ്റ് ആകുമോ, ഇതിങ്ങനെ ഫിറ്റ് ആകുമോ, ഇങ്ങനെ ഫിറ്റ് ആകുമോ, ഇങ്ങനെ ഫിറ്റ് ആകുമോ, ഇങ്ങനെ ഫിറ്റ് ആകുമോ എന്നൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും അല്ലെ. അപ്പം നമുക്ക് എപ്പോഴും ബൈബിള് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ അറിവിനോടാണ് നമ്മൾ പുതിയൊരു കാര്യം ചേർത്ത് വെക്കുന്നത്, ആണല്ലോ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈബിളിലെ എല്ലാ പോർഷൻസും ഫിറ്റ് ആകും, കറക്റ്റായിട്ട് ഫിറ്റ് ആകും. ഇതിന്റെ ഭാഗം തന്നെ ഞാനിപ്പോ കീറി എടുത്തതാ, ഓക്കെ. നമ്മൾ കീറുന്നതായിട്ട് ടിഷ്യൂ പേപ്പർ ആയിട്ട് ഷേപ്പിച്ചിട്ട് മാറും. അപ്പം ബൈബിളിലെ എല്ലാ പോർഷനും പസിൽ പോലെ ക്ലിയർ ആയിട്ട് ഫിറ്റ് ആകും. ഫിറ്റ് ആകുന്നില്ല എങ്കിൽ കർത്താവിനെ അബദ്ധം പറ്റിയല്ല, നമ്മുടെ അറിവ് കേടാം. ഓക്കെ, ഇറ്റ് ഇസ് നെവർ എ പ്രോബ്ലം വിത്ത് ഗോഡ് ഇഫ് യുവർ പസിൽ ഡസന്റ് ഫിറ്റ്. അപ്പൊ നമ്മൾ ഈ പ്രത്യേകിച്ച് ക്രോസ് ഓഫ് ക്രൈസ്റ്റിനെ പറ്റി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രോസ് ഓഫ് ക്രൈസ്റ്റിനെ എടുക്കുമ്പോഴും നമ്മൾ അത് ഫിറ്റ് ആണ്. ഫിറ്റ് ആയില്ലെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് അവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ 2 Corinthians 11:23-30 എന്ന് എടുത്തേ. 2 Corinthians 11:23-30 ആരെങ്കിലും വായിച്ചോ? ഇതിനകത്ത് പ്രത്യേകിച്ച് വായിക്കുമ്പം ഇത് പൗലോസ് കഷ്ടം സഹിച്ചതിനെ പറ്റിയാണ്. കഷ്ടം സഹിച്ചതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത് എന്തുവാ? നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പൗലോസിന്റെ ഈ കഷ്ടതകളിൽ കൂടെ നമ്മൾ നോക്കുന്നത്, നമ്മൾ തപ്പുന്നത്, പൗലോസ് ദരിദ്രനായിരുന്നോ? വാസ് ഹി പുവർ? ഡിഡ് ഹി ഹാവ് ഇനഫ് ക്ലോത്തിങ്? ഓക്കെ, ഡിഡ് ഹി ഹാവ് വാസ് ഹി സിക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് ആൾക്കാർ എപ്പോഴും കണക്ട് ചെയ്യുന്നത് ഈ രോഗം, ദുഃഖം, ദാരിദ്ര്യം, പട്ടിണിയാ, യേശുക്രിസ്തുവിന്റെ കുരിശ്. ഓക്കെ, അപ്പം അതാ നോക്കുന്നത്. ഒന്ന് വായിച്ചു കഴിയുന്നു. 2 Corinthians 11:23-30. 11:23-30. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നു കുറയ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. 30 വരെ അല്ലേ? 30 വരെ വായിച്ചു. 30 വരെ വായിച്ചു.
ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരിലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിച്ചു, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു? ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതെ ഇരിക്കുന്നു? പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. അപ്പം അത് പറഞ്ഞ ഇതിനകത്ത് ശ്രദ്ധിച്ചോ, പൗലോസ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിയാൽ കാണാം, ഏറ്റവും ആദ്യം പൗലോസ് പറയുന്നത് ഞാൻ അടി കൊണ്ടു, ഇല്ലേ? Of the Jews 5 times I received, 40 slaps save one, and then അത് കഴിഞ്ഞ് shipwreck. Okay, night and day I have been in the deep, journeying, perils of water, perils of robbers, perils of my own countrymen. ഇതെല്ലാം ഡേഞ്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. Dangers in the wilderness, dangers in the sea, dangers among false brethren. Okay, in where, okay, ഇതെല്ലാം അറിയാലോ, അന്നത്തെ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമാണ്. ഡേഞ്ചേഴ്സിനെ പറ്റി പൗലോസ് പറയുന്നുള്ളൂ. പക്ഷേ പൗലോസ് എന്ത് പറയുന്നു? വേറെ ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ഐ ഡു നോട്ട് നോ വാട്ട് ഐ ഷുഡ് ചൂസ്. ഓക്കെ, ആ ഒരു പോർഷനോട്ട് നമുക്ക് കഴിപ്പാം. ഇവിടെ പറയുന്നു 27, in weariness and in painfulness, in watchings often, in hunger and thirst, in fastings often, in cold and nakedness. നമ്മൾ എവിടെ പൗലോസിന്റെ കാര്യം നോക്കിയാൽ, നമ്മൾ പൗലോസ് ചെന്നിടത്തൊക്കെ പലപ്പോഴും പ്രശ്നം ഉണ്ടായി, ഇല്ലേ? പൗലോസിനെ അടിച്ചു, പൗലോസിനെ ടോർച്ചർ ചെയ്തു, ടോർച്ചർ അല്ല, ട്രബിൾ ചെയ്തു. യു കൻ സീ എവരിതിങ്. ഇവിടെ പറഞ്ഞിട്ട് ഇൻ ഹങ്കർ ആൻഡ് ഇൻ തേഴ്സ്റ്റ്. പല പ്രാവശ്യം ഹി വാസ് ഇൻ ജയിൽ, അല്ലെ? ആൻഡ് ഹി വാസ് ട്രബിൾ ലൈക്ക് ദാറ്റ്. അപ്പം നമ്മൾ ഓർത്ത് നോക്കണം, അന്നത്തെ കാലത്തെ ജയിലില് ഇപ്പോഴത്തെ ജയിൽ പോലല്ല. അന്നത്തെ കാലത്തെ ജയിലില് അവര് ഫുഡ് കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി, വെള്ളം കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. അപ്പം പൗലോസ് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം, ഇൻ ഹങ്കർ ആൻഡ് ഇൻ തേഴ്സ്റ്റ്, ഇൻ ഫാസ്റ്റിംഗ്സ് ഓഫൻ, ഇൻ കോൾഡ്, ഇതെല്ലാം ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സഫറിങ്സ് ബിക്കോസ് ഓഫ് ഹിം ഡിസൈഡിങ് ടു ഫോളോ ആഫ്റ്റർ ജീസസ്, അല്ലെ? നമുക്ക് പൗലോസിനെ പറ്റി ഇച്ചിരി എൻക്വയറി ചെയ്തവർക്ക് അറിയാം, ദാറ്റ് പൗലോസ് വാസ് എ റിച്ച് പേഴ്സൺ. He was a rich person, and കർത്താവിന്റെ ഇതിനു വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൗലോസ് ഇതെല്ലാം മാറ്റി വെച്ചതാ. അപ്പം പൗലോസ് left to himself without God, he would not have gone through any of these problems, അല്ലേ? So പൗലോസിന്റെ ഡിസിഷൻ, it is Paul's decision to pick up his cross on a daily basis and follow after him. പൗലോസിന് അപ്പം you can see that portion everywhere. പൗലോസിന്റെ എഴുതിയ, Philippians 4:19, and my God will supply all your needs according to his riches in glory. അപ്പം നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ ബിലീവേഴ്സ് ഫൈനാൻസസിന്റെ ഇഷ്യൂലോ ഒരു നീഡിന്റെ ഇഷ്യൂലോ ഏറ്റവും കൂടുതൽ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു വേഴ്സ് അത്, and my God will supply all your needs according to his riches in glory. അപ്പം ഓർത്ത് നോക്കണം, അങ്ങനെ പറയുന്ന ഒരാള് അത് അനുഭവിക്കാതെ പുള്ളിക്ക് അത് പറയാൻ പറ്റുമോ? അപ്പം പോൾസ് നീഡ്സ് ഹാവ് ബീൻ ഓൾവേസ് മെറ്റ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഇൻ ഗ്ലോറി. സോ ദാറ്റ് ഈസ് വൺ പോർഷൻ. വേറൊരു പോർഷൻ നമ്മൾ ഇത് ഇവിടെ എടുത്താല് 2 Corinthians chapter 6 verse 10, 6 verse 10 എടുത്താല് 6 verse 10 ഇവിടെ നോക്കിയ 6 verse 4 വായിച്ചു. 6 verse 4 and in 4, 5 and 10. ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ,
ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്. ഇനിയും 10 വായിച്ചേ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇത് കണ്ടോ, ആ ഒരു വേഴ്സ് കണ്ടോ? As sorrowful yet always rejoicing, as poor yet making many rich. 5 പൈസ ഇല്ലാത്ത ഒരുത്തന് എങ്ങനെയാ ഒരുത്തിനെ സമ്പന്നനാക്കാൻ പറ്റുന്നത്? Is it possible? നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒത്തിരി നാട്ടിലൊക്കെ പ്രത്യേകിച്ച് എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്തുവന്ന്, ആൾക്കാര് somebody who's poor, റോഡ് സൈഡിൽ ഇവിടെയൊക്കെ ഹോംലെസ് ആയിട്ട് ആൾക്കാരിരിക്കും. അവന് നമുക്ക് ഒരു വീട് മേടിച്ചു തരാൻ പറ്റുമോ? നോ. അവനൊരു ചായക്ക് ഇവിടുത്തെ ആർക്ക് മേടിച്ചു തരാൻ പറ്റും, പക്ഷെ അത് ചെയ്യുമോ? അത് they will not do that. അപ്പം this is an attitude, as poor yet making many rich. അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു ഇതിനെപ്പറ്റി നമ്മൾ നോക്കിയാൽ ബൈബിളിനകത്ത് പറയുന്നുണ്ട് ബ്ലെസ്ഡ് ആർ ദി പൂർ ഇൻ ദി സ്പിരിറ്റ്. അപ്പം പൂർ ഇൻ ദി സ്പിരിറ്റിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കർത്താവെ ഞാൻ എങ്ങും ആത്മീയമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ ഞാൻ എങ്ങും മോളിൽ ഇരിക്കുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡിലല്ല അല്ല. അപ്പം നമുക്ക് എപ്പോഴും വേണ്ടി നമ്മൾ ആത്മീയരായിട്ട്, നമ്മൾ എവിടെ ആത്മീയരായിട്ട് എത്തിയാലും നമുക്ക് എപ്പോഴും ഒരു poor in the spirit ഒരു ആറ്റിറ്റ്യൂഡ് വേണം. ലോർഡ്, ഐ ഹാവ് നോട്ട് റീച്ച്ഡ് വേർ ഐ മസ്റ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിന്ന് ടീച്ചിങ് കിട്ടത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്നെ കഴിഞ്ഞ ആരും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ആത്മീയ ഗതി തീർന്നു, ഇതാണ്. അപ്പം ഇവിടെ നമ്മളിപ്പം നമ്മളൊരു ലെവലിൽ എത്തിക്കഴിയുമ്പം നമ്മൾക്ക് poverty in the spirit attitude ആണെങ്കിൽ, പ്രതികൂലത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ഒരുത്തിനെ നമുക്ക് വചനം ഷെയർ ചെയ്ത് we can raise up a standard, അല്ലേ? അപ്പം when somebody overcomes a problem, they are actually becoming rich in that area, അല്ലേ? ഒരു ലാക്ക് ഉള്ളപ്പോഴാണല്ലോ പോവർട്ടി ഉള്ളത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇപ്പം ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ കൊണ്ടിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു സിക്നസിന്റെ ഇഷ്യൂ കൊണ്ടിരിക്കുന്ന ആൾ നമ്മൾ വചനം ഷെയർ ചെയ്ത് when they become spiritually strong, then they are rich in that area. They are no longer poor. ഫൈനാൻസസിന്റെ കാര്യം തന്നെ എടുക്കാൻ, ഫൈനാൻസസിന്റെ കാര്യം നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ക്രിപ്ചർ ഷെയർ ചെയ്തു, സ്ക്രിപ്ചർ കൺഫെസ് ചെയ്തു, സ്ക്രിപ്ചർ മെഡിറ്റേറ്റ് ചെയ്തു, and then we will see our finances change. അപ്പം ഈ ഒരു അടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ he becomes financially prosperous. Okay, so I have a poverty in the spirit attitude, but I've been able to help somebody. Okay, this is how I understand it, as having nothing yet possessing all things. അപ്പം so we just need to fit all these things together. അതേപോലെ നമ്മുടെ മാർക്ക് 10:29-30 എന്ന് എടുത്തേ. മാർക്ക് 10:29-30. മാർക്ക് 10:29-30. അതിന് യേശു എന്റെ നിമിത്തവും സുശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ ഇവിടെ നോക്കി, there is no man that has left ഒരു ഡിസിഷനാണ്. Okay, there is nobody who has left a house or a brother or sister or father for the sake of Jesus and the Gospels. The Bible says he will receive 100-fold now in this time. Okay, ഇതെങ്ങനെയാ അതിന്റെ സിമ്പിൾ ആപ്ലിക്കേഷൻ വെച്ച്, this how I understand it. നമ്മളിപ്പം ഗോസ്പലിന് വേണ്ടി നമ്മൾ പോളിന്റെ കേസ് എടുക്കാം. പോളിനെ എല്ലാം വിട്ടു. ഓക്കെ, വിട്ടിട്ട് ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പം ഒരു ഫാമിലി
അക്വില ആൻഡ് പ്രിസ്കില്ല അല്ലെങ്കിൽ ലിദിയ. ഓക്കെ, പൗലോസ് ഇവരുടെ വീട്ടിൽ താമസിച്ചു അല്ലെ. ഇവരുടെ നന്മ he was able to share. They were more than glad to be a blessing to him അല്ലെ. അപ്പൊ നമ്മൾ ഗോസ്പലിന് വേണ്ടി എവിടെ പോയാലും there is always a door open for you. 99% of the time there is a door open for you. I mean, ഞാനിത് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നൈജീരിയയുടെ ഉൾപ്രദേശങ്ങളിൽ ഇവിടെ നൈജീരിയൻസിനെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ നൈജീരിയ പോയിട്ടുണ്ടോ പറയും, അവിടെ പോയിട്ടുണ്ടോ നീ? അവിടെ നമുക്ക് താമസിക്കാൻ നല്ല വീട് കർത്താവ് വരും, മനസ്സിലായി. സോ എനിക്ക് നൈജീരിയയില് 5 വയസ്സുണ്ട്, എനിക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പക്ഷെ കർത്താവിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സോ വി ആർ ഏബിൾ ടു റിസീവ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഡാലസ് വരെ പോയി, നോർത്ത് ഇന്ത്യ പോയിട്ടുണ്ട്, പലയിടങ്ങളിൽ പോയിട്ടുണ്ട്, എല്ലായിടത്തും കെനിയ പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോഴൊക്കെ നമ്മൾ ഗോസ്പലിന്റെ ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്തോട്ട് ചെല്ലുന്നെങ്കിൽ there will always be a door open for it. നമ്മള് ടോട്ടലി ആരെ അറിയാതെ അവിടെ ചെന്നാൽ പോലും it is just a matter of a few days before somebody opens the door for it. If you're a true person of God who can preach the gospel in power, preach ചെയ്യാമെങ്കിൽ within a few hours there will be people around you. മനസ്സിലായോ? അതേപോലെ നമുക്ക് say for example ഫ്രണ്ട്സ്, നമുക്ക് ജെന്യുവൻ ഫ്രണ്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഒരു ചർച്ചിൽ ഇൻവോൾവ് ആവുന്ന. നല്ല ഫ്രണ്ട്സ് ഇല്ലാതെ ആൾക്കാർ കഷ്ടപ്പെട്ടാൽ, നല്ല ഫ്രണ്ട്സ് ഇല്ലാതെ ഒത്തിരി പേര് ഫ്രണ്ട്ഷിപ്പ് പൊതുവെ എൻ്റെ കയ്യിൽ ഇതുണ്ട്, എനിക്ക് നിന്റെ എന്ത് കിട്ടാൻ പറ്റും എന്നുള്ള നോക്കിയാ മിക്കവരും ഫ്രണ്ട്സ് ആണ് കോണ്ടാക്ട്സ് വെക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കരിയർ ഡെവലപ്മെന്റിലും കരിയർ ഗ്രോത്തിലും ഒക്കെ അവർ പഠിപ്പിക്കുന്ന കാര്യമല്ലേ, ഓൾവേസ് കീപ് ഇൻ ടച്ച് വിത്ത് യുവർ സീനിയേഴ്സ്, with people of influence, with people whom you have met, ഒരു ഇമെയിലോ ലിങ്ക്ഡിനും ഒക്കെ. അപ്പം this is just what can I get from you, what can I receive from you. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഗെറ്റിംഗ് ഇല്ലെങ്കിൽ nobody is really interested. പക്ഷേ in the Christian circles you will find, genuine Christian circles you will find that people are more than willing to give. They are really not looking at what they can get. അപ്പം you will get way better friends, you'll get way better sisters, you'll get way better mothers, okay, with all these things. Out of with persecutions എഴുതിയിട്ടുണ്ട് verse 30 ഇല്ലേ, with persecutions verse 30 ലാസ്റ്റ് ബിറ്റിൽ. അതെ, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും. മതി. അപ്പം ഉപദ്രവത്തിനെ പറ്റി പറഞ്ഞിട്ട് പെർസിക്യൂഷൻ ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ആക്ച്വലി പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് പെർസിക്യൂഷൻ പുതിയ കഥയല്ലല്ലോ. ഇപ്പം നമ്മളെ പെർസിക്യൂഷൻ, നീ ഒരു ക്രിസ്ത്യനാ, നീ ബൈബിൾ വിശ്വസിക്കുന്നതിനാ, അതുകൊണ്ട് നീ മാറി നിൽക്കാൻ പറയുന്നതാണ് ഉപദ്രവം. അത് തന്നെ ഉപദ്രവമാണ്. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ പൊതുവെ ഒരു സോ യു വെരി ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അല്ലേ. അപ്പം we definitely receive problems with that. Let me just quickly, പോളിന്റെ സിക്നസിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ Galatians chapter 4 verse 13 എന്ന് എടുത്തേ. എല്ലാവരും പറയും പൗലോസ് quick look at that. 4:13 വായിച്ചേ. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ശരീരത്തിൽ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഓക്കെ, ഒന്നാമത് ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, യു നോ ഹൗ ത്രൂ ഇൻഫോർമിറ്റി ഓഫ് ദ ഫ്ലഷ് ഐ പ്രീച്ച് ദ ഗോസ്പൽ അൺടു യു അറ്റ് ദി ഫസ്റ്റ്. സോ വാട്ട് ഈസ് ദാറ്റ് അറ്റ് ദ ഫസ്റ്റ് മീൻ? ഇപ്പോഴും ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നാമതെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ ശരീരത്തിന്റെ ബലഹീനത നിമിത്തമാണല്ലോ ഞാൻ നിങ്ങളുടെ സുവിശേഷം പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഒന്നാമത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ കാണും, he might have had a problem, he might, പക്ഷെ it is no longer existent. അതൊന്ന്. Acts chapter 23, Acts 23:3.
പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കുകയും വെള്ള തേച്ച ചുവരെ നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ Acts 28. ഇരിക്കുകയും Wait a minute. Acts 28. Oh, I'm sorry. My apologies. 28. ആണോ? Yeah. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. പൗലോസ് ഇരുട്ടത്ത് പൗലോസ് ഇത് സ്റ്റിക്സ് പിക്കുവാണ്. അപ്പം അണലി വന്ന് കൈ ഓർത്ത് നോക്ക്. കണ്ണിന് പ്രശ്നമുള്ള ഒരാൾക്ക്, കണ്ണ് കാണാത്ത ഒരാള് തീയുടെ അടുത്ത് പോവും, ആള് കത്തുന്ന തീയുടെ അടുത്ത് പോവും? സ്നോ വേ അല്ലേ? അപ്പം നമ്മൾ താഴോട്ട് നോക്കിയാല് വേഴ്സ് 8 എടുത്തേ. വേഴ്സ് 8 and 9. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അപ്പൊ ഓർത്ത് നോക്കണം, പൗലോസ് മറ്റേ ഈ പുള്ളിയുടെ അപ്പന് വയ്യാതെ കടന്നു. പൗലോസ് എന്ത് ചെയ്തു? അകത്ത് പോയി കൈ വെച്ചു, രോഗസൗഖ്യം പുള്ളിക്ക് ലഭിച്ചു. അത് ചെയ്തപ്പം ആ ഐലൻഡിലുള്ള എല്ലാവരും വന്ന് പൗലോസിന് നിന്ന് രോഗസൗഖ്യം റിസീവ്. ഇവിടെ നമ്മുടെ പൊതുവെയുള്ള പൗലോസിന്റെ കണ്ണിന്റെ വിഷയത്തിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ പറയും പൗലോസിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ പസ് എപ്പോഴും വരുമായിരുന്നു, അതൊക്കെയായിരുന്നു പൗലോസിന്റെ പ്രോബ്ലം എന്ന്. പക്ഷെ ഓർത്ത് നോക്ക്, പൗലോസ് ചുമ്മാ അകത്ത് കയറിപ്പോയി കൈ വെച്ചപ്പോഴത്തേക്ക് ഒരാൾക്ക് രോഗസൗഖ്യം വന്നു, ഇല്ലേ? ആക്ച്വലി നമ്മൾ ഈ ഫെയ്ത്ത് ബേസ്ഡ് ഹീലിംഗിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പല പ്രാവശ്യം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പെയിനും സിക്നസ്സും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോകും നമ്മൾ കൈ വെക്കുമ്പോഴത്തേക്ക്. അപ്പം അത് കൂടുതൽ നമ്മൾ there are still some cases which we are handling, it doesn't happen. So നമ്മൾ തപ്പിപ്പോ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്. അപ്പം നമ്മൾ ഓർത്ത് നോക്കണം, അങ്ങനെ ഒരാൾ പൗലോസ് കൈവച്ച് പ്രാർത്ഥിച്ചു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഹീലിംഗ് കിട്ടി. ആ ഐലൻഡിലുള്ള എല്ലാവരും വരുന്നുണ്ട്, ആൻഡ് ഓൾ ഓഫ് ദം ആർ ഗെറ്റിംഗ് ഹീൽഡ്. ഓർത്ത് നോക്ക്, പൗലോസിന്റെ കണ്ണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പൗലോസിന്റെ കൈന്റെ അപ്പം ചിലരെങ്കിലും മാറി നിൽക്കും. ഇത് വേറെ എന്തോ പരിപാടി, ഇവന് തന്നെ പ്രശ്നമുണ്ട്, and he's not able to get a healing for himself. And how is that he's able to heal others? So when you look at these things, you understand that Paul was not sick. If he was sick at a time. He was no longer sick anymore. 2 Corinthians 9:8. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഇത് ബൈബിളിൽ പറയുന്നത് സിമ്പിൾ ആയിട്ടൊരു വേർഷൻ പറഞ്ഞാല്, and the Lord will bless you so much so that you can be a blessing to people around in need. Okay, അപ്പം that can be in finances. The Lord will bless you so much so that you can be a blessing to people around in need in finances. Okay, the Lord will bless you with so much wisdom and understanding so that you can be a blessing to people around in need in godly counsel. The Lord will bless you in everything so that you can be a blessing to people around in need. Even healing and all those things are, if you don't have enough, how can you give anybody? 10 രൂപ ഇല്ലാതെ 1 രൂപ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? No, you can't do that. So the Bible very clearly says that Lord will bless you so much so that you can be a blessing to people around you. So these are all examples of what the cross is not at all. We'll just quickly look at what the cross is. The cross is
പേഷ്യൻറ്റ്ലി സഫറിങ് അഫ്ലിക്ഷൻ ഫോർ ദ ലോഡ്. കർത്താവിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കാൻ ഒരു തീരുമാനമാണ്. പ്രതികൂലം വരുമ്പോൾ നമ്മൾ വി ഡോണ്ട് ബക്കിൾ ഡൗൺ ഉണ്ട്. ആ ഒരു പ്രതികൂലത്തിന്റെ അടിയിൽ നമ്മൾ കുഴഞ്ഞു വീഴുന്നില്ല. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഓഫീസിൽ വചനം സംസാരിച്ചു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഇത് ഷെയർ ചെയ്തു, അപ്പൊ അവര് കളിയാക്കി. ഓക്കെ, അവര് കളിയാക്കിയെങ്കിലും നമ്മള് ഓക്കെ, ഞാൻ സുശേഷം ഷെയർ ചെയ്യുന്ന ഓഫീസിൽ നമുക്ക് റൂൾസ് ഉണ്ട്. ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യണം. പക്ഷെ നമുക്ക് ഓഫ് കോഴ്സ് ലഞ്ച് ടൈം, ബ്രേക്ക് ടൈംസ് ഒക്കെ ഉണ്ട്. വേർ യു കൻ ടോക്ക് അബൌട്ട് ജീസസ്. അപ്പം ഇവൻ എന്നെ കുറ്റം പറഞ്ഞു, ഇവൾ എന്നെ കളിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സുശേഷം ഷെയർ ചെയ്യാൻ നിർത്തിയാൽ that means you are refusing to carry the cross. Of course, you need to use your sense. God is not telling us to be foolish. Bible എടുത്ത് അവിടെ നിന്ന് 5 മിനിറ്റ് പ്രസംഗിക്കാനല്ല കർത്താവ് പറഞ്ഞു. In our daily interaction, we radiate the light of Christ. ഒരുത്തം പറഞ്ഞു, ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് പറയാം, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ ഇതിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത്, and Jesus makes all the difference. ആ ഒരു വേർഡ് മതി. You don't need too much. പക്ഷെ ആ ഒരു വേർഡ് പറയുന്നതിന് പോലും there can be repercussions. മനസ്സിലായോ? അപ്പം നമ്മള് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ക്യാരിങ് ദ ക്രോസ്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന വെച്ചാൽ കർത്താവിന്റെ വചനം പറയുന്ന ഷെയർ ചെയ്യുമ്പോൾ പെർസിക്യൂഷൻ ഉണ്ടാകും, അത് നിൽക്കും. അത് വി ലേൺ ടു സഫർ. ഇറ്റ് ഈസ് എ പ്രൈസ് പെയ്ഡ് ടു വാക്ക് വിത്ത് ദ ലോർഡ് ആൻഡ് നോട്ട് ബിട്രേ ഓർ ഫോർസേക്ക് ഹിം. നമ്മൾ കർത്താവിനോട് ജീവിക്കാൻ നമുക്കൊരു വില കൊടുക്കേണ്ടി വരും. അത് രോഗം, ദുഃഖം, ദാരിദ്ര്യം, പട്ടിണിയല്ല. ഈ ഒപ്പോസിഷൻ നേരിടാനുള്ളൊരു ഡിറ്റർമിനേഷൻ. വേറെ ഒന്ന്, നമുക്ക് ചില ഹാബിറ്റ്സ് നമുക്ക് വി മൈറ്റ് ഹാവ് ടു ലീവ്. I mean, Galatians chapter 5:22 പറഞ്ഞ പോലെ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, മീക്ക്നെസ്, ഗുഡ്നസ്, ടെമ്പറൻസ്, സെൽഫ് കൺട്രോൾ, ഫെയ്ത്ത്. നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസ് വരും. Okay, situations will come in our life where we don't want to act in love towards other people, where we don't really want to deal with other people. These guys have been so horrible to me, so I just want to keep them far away. അങ്ങനെ we all face these things അല്ലേ? പക്ഷെ അവിടെ നമ്മുടെ ഡിറ്റർമിനേഷൻ എന്തുവാ? We decide to still love them. ലവ് എന്ന് പറയുമ്പം ആൾക്കാർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഓർക്കും, Lord, I don't love that guy, or that girl, and I don't want to spend time with them. Love is one thing, like is another thing. Love and like are two things, not the same thing. Like is, okay, I like that person, so I will go and spend time with him. Love that person, I love that person, but I don't want to spend time with him. I don't like him. Okay? Karthav, love your enemy. That doesn't mean go spend your time with your enemy. No, that's just foolishness. What you can do to help them, you will do. Depending on the guidance of the Holy Spirit. Actually, a Christian believer, they should always be neutral. നമ്മൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ് കേട്ട് നീങ്ങുന്നവരാണെങ്കിൽ we will have no issue. അപ്പം അനനിയാസിന് സോളിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ, സോള് സഭകളെ പീഡിപ്പിച്ച് ആൾക്കാരെ എല്ലാം കൊല്ലാനും ഒക്കെ കൊല്ലുമൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പം പൗലോസ് ഇങ്ങനെ കാണുന്ന മറ്റേ ഡമസ്കസ് എക്സ്പീരിയൻസ് കഴിഞ്ഞ 3 days he was blinded. അപ്പം ആ ഒരു ബ്ലൈൻഡ്നെസിന്റെ ടൈമില് അനനിയാസിന്റെ അടുത്ത് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഞാൻ ഓർക്കുന്നില്ല ആരാ പറഞ്ഞത്, ദൂതനാണോ the Lord spoke to him through vision ആണോ ഞാൻ ഓർക്കുന്നില്ല എക്സാക്ട്ലി. Either way, when the word of the Lord came to him to go and help Paul, അനനിയാസിന്റെ റിയാക്ഷൻ എന്തുവായിരുന്നു? Lord, I don't want to do this. This guy is a danger. Okay? പക്ഷെ the word came to him clearly saying, go do this. അപ്പൊ ഓർത്ത് നോക്കണം, പോളിന് ചേഞ്ചിന്റെ കാര്യം ആർക്കും അറിയത്തില്ല. അപ്പൊ ഒരു വിശ്വാസി ചെന്ന് പോളിന്റെ അടുത്ത് പോയി സംസാരിച്ചാല് പണ്ടത്തെ കാലത്ത് യഹൂദൻ പോയി ഹിറ്റ്ലറുടെ അടുത്ത് കഥ പറയുന്ന പോലെ ഇരിക്കും. അപ്പോഴേ അവന്റെ കഴുത്ത് പോയി. മനസ്സിലായോ? അപ്പൊ അനനിയാസ് അത്രയൊരു റിസ്കി ഒരു സിറ്റുവേഷനില് പൗലോസിനെ ലൈക്ക് ചെയ്യാതെ പൗലോസിനെ ലവ് ചെയ്ത് പോയി സോളിനെ ഹെൽപ്പ് ചെയ്തു അല്ലേ? അപ്പം ദാറ്റ് ഈസ് വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് us to do. മനസ്സിലായോ? സോ വി കൻ ലവ് പീപ്പിൾ ബട്ട് വി മേ നോട്ട് നെസസറിലി ലൈക്ക് ദം. നമുക്ക് ഈ ഒരു ഡീവിയേഷൻ ക്ലിയർ ആണെങ്കിൽ, ഒരു സ്പ്ലിറ്റ് ക്ലിയർ ആണെങ്കിൽ ഇറ്റ് റിയലി ഹെൽപ്സ്. സോ വി മൈറ്റ് ഹാവ് ടു
give up certain habits. നമ്മൾ ഇപ്പം ചിലർ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പം വാട്ട് വി ഡു, വി റെഫ്യൂസ് ടു ഗിവ് അപ്പ് ലവ്. ദാറ്റ് ഈസ് ക്യാരിങ് ദ ക്രോസ്. മനസ്സിലായോ? നമ്മൾ ഒരാള് നമുക്ക് പ്രശ്നം ഉണ്ടാക്കി, വി റെഫ്യൂസ് ടു ഗിവ് അപ്പ് our joy. Okay, we refuse to give up our joy, so we just need to hold on to the fruit of the spirit in spite of normal opposition. Okay, അവിടെ നമ്മൾ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാതെ ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് റിയാക്ട് ചെയ്യുന്നതല്ല ക്യാരിങ് ദ ക്രോസ്. അവിടെ നമ്മൾ നമ്മുടെ ക്രോസ് തള്ളിയിട്ടിട്ട് ആരാണ്ട് പറഞ്ഞ പോലെ, ഞാൻ ഇപ്പം ചിന്തിക്കാൻ പോകുന്നില്ല ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്, ഞാനിപ്പം നിന്നെ കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു. Okay, you can't afford to do that. You can't pick up and drop your cross as and when you want. You can, പക്ഷെ അതിന് അത് will have repercussions with your spiritual life. Okay, so we need to be able to hold on to the cross of Christ. Don't give it up. നമ്മുടെ ശരീരം പറയും, ഫുഡിനോട് ഒരു വീക്ക്നെസ് ഉള്ള ഒരു ബോഡി പറയും, ഇല്ല ഇച്ചിരി അപ്പം പറയണ നോ, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ എപ്പോഴും എനിക്ക് ഷെയർ ചെയ്യാം. ആസ് എ ബിലീവർ യു മസ്റ്റ് കൺട്രോൾ യുവർ ഫുഡ്. ഓക്കെ, വെരി സിമ്പിൾ. എനിക്കറിയാവുന്ന ചിലയിടത്തൊക്കെ ഞാൻ പണ്ട് പറയായിരുന്നു, യു കാൺ അഫോർഡ് ടു ബി റൗണ്ട് ആൻഡ് സേ യു ആർ എ ക്രിസ്ത്യൻ because you are out of control with your food. So manage that. നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാനൊക്കെ ഒത്തിരി മെക്കാനിസംസ് ഉണ്ട്. pretty simple. അത് പിന്നെ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആണെങ്കിൽ ജസ്റ്റ് ടെൽ മീ. So the bottom line is, we cannot give in to our flesh. We cannot give in to our soul. We need to walk in a spiritual fashion. Okay, നമ്മൾ കർത്താവിനോട് ഇങ്ങനെ ക്രോസ് പിക്കപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന് ഇങ്ങനെ കീഴ്പ്പെടുമ്പോഴാണ് കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് വ്യാപരിക്കാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ അറിയാമല്ലോ, ഒരു ഡയമണ്ട്, ഓക്കെ, ഒരു പീസ് കാർബണിനെ നമ്മൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ഇച്ചിരി വർഷങ്ങൾ അല്ലെങ്കിൽ ഇച്ചിരി സെൻച്ചറീസ് വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ പീസ് കാർബൺ വിൽ ട്രാൻസ്ഫോം ഇൻടു ഡയമണ്ട്, അല്ലേ? അപ്പം when we come under the pressure of the Holy Spirit to conform to the word and not to the world, പരിശുദ്ധാത്മാവിന്റെ പ്രഷർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ലോകത്തിനോട് കൺഫേം ചെയ്യാതെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ പ്രഷർ, ഇപ്പൊ നമ്മൾ നമ്മുടെ മുകളിൽ പ്രഷർ ഇടും ലോകത്തിന്റെ കൂട്ട് റിയാക്ട് ചെയ്യാൻ. പക്ഷെ നമ്മളത് റെഫ്യൂസ് ചെയ്യാതെ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്താൽ എന്ത് പറ്റും? പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് വെളിയിലോട്ട് വ്യാപരിക്കും. മനസ്സിലായോ? നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പരിശുദ്ധാത്മാവും വചനവും വിട്ട് നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ we release our pressure, and that removes the power that the Holy Spirit can transmit through us. Carrying the cross daily explicitly refers to cheerfully receiving and bearing patiently every affliction and persecution due to the gospel and Jesus, however shameful and painful it may be. Carrying the cross daily explicitly refers to cheerfully receiving and bearing patiently every affliction and persecution due to the gospel and Jesus, however painful or shameful it will be. Okay, so we need to be able to hold on to the cross. Don't give it up. And ഞാൻ നേരത്തെ പറഞ്ഞ പോലെ it will transform us from glory to glory and from power to power. നമ്മളിങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ sometimes it can be, ഞാൻ കേട്ടിട്ടുണ്ട് അനേക കീർത്തനുണ്ട്, പക്ഷെ അവരെന്ത് പ്രീച്ച് ചെയ്യുന്നത്? And my God will supply all my needs according to his riches and glory. ദാരിദ്ര്യമല്ല എൻ്റെ പോർഷൻ ഇൻ ലൈഫ്. നമ്മുടെ ഇവിടെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുന്ന ബൈബിൾ സ്കൂളിലെ ബ്രദർ ഹേഗൻ അവർ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, 3 ദിവസം ഫുഡില്ല. പക്ഷെ പുള്ളി എന്താ പ്രീച്ച് ചെയ്യുന്നത്? പുള്ളി പ്രീച്ച് ചെയ്യുന്നത് and my God will supply all my needs according to his riches and glory.
അങ്ങനെ അങ്ങനെ ഏതാ അന്ന് അവർക്ക് 2 ടീനേജ് പിള്ളേരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പാസ്റ്റർ മോനാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചർച്ചിന്റെ പാസ്റ്റർ ഹേഗൻ. പുള്ളി അവര് ഗോസ്പലിന് വേണ്ടി പിടിച്ചു നിന്നോണ്ടെന്തോന്നറിയാമോ? ഇന്നിവിടെ സിറ്റിക്കകത്തിരിക്കുന്ന ചർച്ച് 110 ഏക്കർ ഏരിയക്കകത്ത് നിൽക്കുന്ന ചർച്ച്, 110 acres ഓഫ് ലാൻഡിനകത്ത് നിൽക്കുന്ന ചർച്ച്. ഇവർക്ക് അല്ലാതെ വേറെ ഇവിടെ റേമയുടെ റാൻച്ച് ഉണ്ട് 550 ഏക്കർ. യുനോ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രോസ്പെരിറ്റിയുടെ പറഞ്ഞ് ഓടുമല്ല, പക്ഷേ ഇഫ് യു ഫോളോ ആഫ്റ്റർ ദ ഗോസ്പൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി നോട്ട് ഫെയിൽ. ഇറ്റ്സ് എ ഗ്യാരണ്ടി. ഇവിടെ നമുക്ക് അനേകം മിനിസ്റ്റേഴ്സിനെ അങ്ങനെ അറിയാമല്ലോ. ഐ മീൻ വേറെ ഒരു പുള്ളിയുണ്ട്, കെനത്ത് കോപ്ലൻഡ്. ഇവരിവിടെ ഫ്രണ്ട് റൂമിലെ കോഫി ടേബിൾ യൂസ് ചെയ്തിരുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു ഒരു സമയത്ത്. ഇന്ന് അവർക്ക് സുശേഷന് വേണ്ടി എത്ര പ്ലെയിൻസ് ഉണ്ടെന്ന് അറിയുമോ? സോ മെനി പ്ലെയിൻസ്. മനസ്സിലായോ? അപ്പം ഇതൊന്നും നമ്മൾ സുശേഷം വിലക്ക് വിറ്റല്ല നമ്മളിത് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഗോഡ് വിൽ പ്രൊവൈഡ്. മനസ്സിലായോ? ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് യു സീ, irrespective of what you go through currently, there is a time, just wait patiently, don't give in. When pressure comes, it total determine, make a decision to hold on to the cross. ആർക്ക് വേണമെങ്കിലും ഒരു പ്രഷർ സിറ്റുവേഷൻ ഇതെല്ലാം ഇട്ടിട്ട് ഓടാൻ പറ്റും. പക്ഷെ don't do that, don't be foolish, hold on to the cross and then you will see that കർത്താവ് പറഞ്ഞ പോലെ 100 മടങ്ങും കിട്ടും, you will get it back. So just hold on. നമ്മൾ ഇത്രയും മാത്രം ചെക്ക് ചെയ്താൽ മതി. വചനം ഇത് പറയുന്നു, പരിശുദ്ധാത്മാവ് ഇത് സംസാരിക്കുന്നു, we will hold on to that. എല്ലാവരും നമ്മളെ പൊട്ടന്മാരും മണ്ടന്മാരുമായിട്ടൊക്കെ they will call you fool. പക്ഷേ don't bother with that. Just അതും part of carrying the cross because they don't understand what they're talking about. So John 10:10, നമുക്കറിയാവുന്ന വേഴ്സാണ്. കള്ളൻ എന്തിനു വരുന്നു? കൊല്ലാനും നശിപ്പിക്കാനും മുടിക്കാനും. പക്ഷെ കർത്താവ് വന്ന് നമുക്ക് ജീവിതം തരാനാ. ആൻഡ് ദാറ്റ് ടു ലൈഫ് ഇൻ അബണ്ടൻസ്. അബണ്ടൻസിന്റെ ഗ്രീക്ക് എന്താന്ന് പറയുമ്പോ പെരിസോസ് എന്ന് പറഞ്ഞൊരു വേർഡാ. പെരിസോസ് മീൻസ് സൂപ്പർ അബണ്ടൻസ്. അബണ്ടൻസ് അല്ല, ലാക്ക് ഒന്ന് ഒരു ലെവല്, ഇനഫ് ലെവൽ 2, അബണ്ടൻസ് വേറെ ഒരു ലെവല്, സൂപ്പർ അബണ്ടൻസ് വേറെ ഒരു ലെവൽ. മനസ്സിലായോ? അപ്പം God will definitely take care of all that we need. ഞാനൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ എന്റെ മനസ്സിൽ വരിക. എക്സാമ്പിൾ അത് ഒരു സംഭവിച്ചൊരു കഥയാണ്. ഒരു വേൾഡ് ഫേമസ് ഗോൾഫ് കളിക്കുന്ന പുള്ളി, ഒരു അമേരിക്കൻ, ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിലോട്ട് പോയി. പുള്ളി അവിടുത്തെ രാജാവ് പുള്ളിയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പുള്ളി അവിടെ പോയിട്ട് പുള്ളി കിങ്ങിന്റെ കൂടെ വെച്ചാണ് ഗോൾഫ് കളിക്കുകയും ഇച്ചിരി ടിപ്സ് ഒക്കെ പറയുകയും ചെയ്തു. ഇച്ചിരി വർഷം മുമ്പേ സംഭവിച്ചത് അതെ. അപ്പം അയാള് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആള് തിരിച്ചു വന്നപ്പം കിങ് ചോദിച്ചു, വാട്ട് ക്യാൻ ഐ ഗിവ് യു എന്ന് ചോദിച്ചു. അപ്പം ഇയാള് പറഞ്ഞു, നോ കിങ്, ഐ റിയലി ഹാഡ് എക്സ്പീരിയൻസ് യുവർ ഹോസ്പിറ്റാലിറ്റി, കിങ്ങിന്റെ കൂടെ പാലസിൽ താമസിക്കാൻ പറ്റി, അതൊക്കെ തന്നെ എനിക്ക് ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് ആണ്, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, കിങ് പറഞ്ഞു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു പുള്ളിയെ തിരിച്ചു കയറ്റി വിട്ടു. അപ്പം ഇയാള് ഓർത്ത് കാണും ഒരു പക്ഷെ കിങ് എന്ത് തരും, എനിക്കൊരു ഡയമണ്ട് സ്റ്റഡഡ് ഒരു ഗോൾഫ് ബോൾ തരുമായിരിക്കും എന്ന് വല്ലതും ചിന്തിച്ചു കാണും. പക്ഷെ ഇച്ചാള് കഴിഞ്ഞ് പുള്ളിക്ക് ഒരു മെയിൽ കിട്ടി കിങ്ങിന്റെ നിന്ന്. അതിനകത്തൊരു 1000 ഏക്കർ ഗോൾഫ് കോഴ്സിന്റെ ഒരു ടൈറ്റിൽ US. അപ്പം അയാള് ആ കിങ് പുള്ളിയുടെ റിച്ചസിന്റെ ഇക്വലന്റ് ആയിട്ട് ഗോൾഫറിന് കൊടുത്തത്. മനസ്സിലായോ? ആൻഡ് മൈ ഗോഡ് വിൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ റിച്ചസ് വെച്ചാൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കണം, ഒരു കിങ് നമുക്ക് തരുന്നത് കിങ്ങിന്റെ സ്റ്റാൻഡേർഡ് വെച്ചാൽ, നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ചല്ല. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഓൾവേസ് ഇൻ അബണ്ടൻസ്. ദാറ്റ്സ് ഓൾവേസ് ഇൻ അബണ്ടൻസ്. അതുകൊണ്ട് ഇതിപ്പം ഫൈനാൻസിന്റെ കാര്യം മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇതേപോലെ തന്നെ എല്ലാ മേഖലയിലും ഇഫ് യു ക്യാൻ ബിലീവ് all things are possible. അവിടെ ചാലഞ്ച് വി നീഡ് ടു, നമ്മൾ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി സംഭവിക്കുന്നത് അറിയുമോ? നമുക്ക് ദൈവത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഇമേജ് എക്സ്പാൻഡ് ചെയ്യുക, നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. നമ്മൾ ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പം
നമുക്ക് ദൈവത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. നമ്മൾ ഇങ്ങനെ കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ബിഗർ ആൻഡ് ബിഗർ ആകും എന്ത് പറ്റുമെന്നറിയാം. വി വിൽ ബി ഏബിൾ ടു ഈസിലി കാസ്റ്റ് ഓൾ അവർ കെയർ അപ്പോൺ. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവം എന്തിനാ, വൈ ഡിഡ് ഗോഡ് ടെൽ us ടു പണി ഓർത്തിട്ടുണ്ട്, കർത്താവ് എന്തിനാ നമ്മൾ വർഷിപ്പ് ചെയ്യാൻ പറഞ്ഞു? കർത്താവിന് സ്വർഗത്തിൽ വർഷിപ്പ് കുറവുള്ളവനാണ്? കർത്താവിന് സെൽഫ് കണ്ടെയ്ൻഡ് അല്ലേ? കർത്താവിന് ഷോർട്ട് റേഞ്ച് ഉണ്ടെങ്കിൽ കർത്താവ് ഈസ് നോട്ട് ഗോഡ് അല്ലേ? നമ്മളെപ്പോഴും ഓർക്കുന്നത് ഗോഡ് ഈസ് ഓൾ സഫിഷ്യന്റ്, ഗോഡ് ഈസ് ഓൾ നോയിങ്, ഗോഡ് ഈസ് ഓൾ പവർഫുൾ. സോ വൈ ഈസ് ഗോഡ് ആസ്കിങ് മീ ടു വർഷിപ്പ്? നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത് കർത്താവിന് ഗുണം കിട്ടാനല്ല, നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി. നമ്മൾ ഈ മല പോലെ നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ എതിരെ, നമ്മുടെ എതിരെ മല പോലെ നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ എതിരെ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കർത്താവ് മല, ഇത് എലിയാന്ന് മനസ്സിലായോ? അപ്പം വി ജസ്റ്റ് നീഡ് ടു സ്പെൻഡ് ടൈം മെഡിറ്റേറ്റിംഗ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ലെവലിലോട്ട് കയറിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വചനം ചുമ്മാ വായിച്ചു പോയാൽ പോരാ. വി റിയലി നീഡ് ടു ബി ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. ചുമ്മാ വചനം വായിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ലെസ്. നമുക്ക് ഇഷ്ടം പോലെ വേദപണ്ഡിതന്മാരെ അറിയാമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തായിരുന്നല്ലോ, 8 വർഷം ബൈബിൾ സ്കൂളിൽ പഠിച്ചിരുത്തും പറയാം എൻ്റെ അടുത്ത്, ബൈബിളൊന്നും അത്ര റിലയബിൾ ഒന്നും അല്ല, അതിനകത്ത് കോമയുടെ സ്പേസ് ഇല്ല, കൺസിസ്റ്റന്റ് അല്ല. ബൈബിൾ സ്കൂൾ സ്റ്റുഡൻറ് പറയാം, 8 വർഷം പഠിച്ചു ഇടയ്ക്ക് കാര്യം, ഇറ്റ്സ് സാഡ്. പക്ഷെ ഫോർ അസ് ഇറ്റ് ഈസ് ലൈഫ്. ഇതാണ് ജീവിതം. ദിസ് ഇസ് ലൈഫ് ഫോർ മീ, and it will be life for us if we will follow after God. അതേപോലെ Luke chapter 9 verse 24. Luke 9:24. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. So whosoever will save his life will lose it. But whosoever will lose his life for my sake, the same shall save it. നമ്മൾ കർത്താവിന് വേണ്ടി ലോകത്തിൽ ജീവിച്ചാല് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന എത്ര 120 വർഷം നോക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ. ഈ 120 വർഷം കർത്താവിന് വേണ്ടി നമുക്ക് ജീവിച്ച എന്തോ നമുക്ക് കിട്ടാൻ പോകുന്നത്? നമുക്ക് ഇറ്റേണിറ്റി റിവാർഡ്സ് കിട്ടും അല്ലെ? ഓർത്ത് നോക്കണം, നമ്മള് ഇവിടെ ലോകത്തില് നമുക്ക് ഈ 120 ഇയേഴ്സില് നമുക്ക് ജീവിക്കുന്നത് ഇറ്റ്സ് ഓൺലി 120 ഇയേഴ്സ് അല്ലെ? ആൻഡ് ഇഫ് യു സ്പെൻഡ് 1 day ഫോർ ദ ലോർഡ്, അല്ലെങ്കിൽ 1 year ഫോർ ദ ലോർഡ്, അല്ലെങ്കിൽ നമ്മൾ ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കുമ്പോൾ വി ആർ ആക്ച്വലി ലിവിങ് ദാറ്റ് ഫോർ ജീസസ് സേക്ക് അല്ലെ? അപ്പൊ അതിന്റെ റിവാർഡ്സ് ആർ ക്യാരിഡ് ഇൻ ടു ഇറ്റേണിറ്റി ഫോർ 120 years? നോ, ഇറ്റ് ഈസ് ക്യാരിഡ് ഫോർ എവർ. ഓർത്ത് നോക്കണം, കർത്താവിന്റെ ഈ മില്ലേനിയൽ റെയിനില് ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെ ഒരു 100 വയസ്സ് ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 100 വയസ്സുള്ള ഒരുത്തൻ അവര് അന്നത്തെ കാലത്ത് കർത്താവിന്റെ മില്ലേനിയൽ റെയിനിൽ പറയുന്ന ഈ ബേബിയാന്ന് പറയും. ഓക്കെ, 100 വയസ്സുള്ളത്. അപ്പം കർത്താവിന്റെ ഈ 1000 ആണ്ട് വാഴ്ചയില് 100 ആൾക്കാർ അനേക വർഷങ്ങൾ ജീവിക്കും. They live way beyond all that. അപ്പം ഈ 100 years is nothing compared to somebody who has lived for 800 years അല്ലെ? മെഥൂസല lived for 969 years അല്ലെ? അപ്പം പക്ഷെ what is 1000 years compared to 100 years? What is 1000 years compared to 100 years? What is 1,000,000 years compared to 100 years? What is 1,000,000,000 years compared to 100 years? മനസ്സിലായി? അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുന്നതിന് ഇറ്റേണിറ്റി റിവാർഡ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഇൻഫിനിറ്റി. There's no end. മനസ്സിലായി? അതുകൊണ്ട് ബി ഷുവർ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് നമുക്ക് പല ഡയമെൻഷൻസും നമുക്ക് കാണാൻ പറ്റും. ഏതാ? നമുക്ക് ഇങ്ങനെ ഒരു ലോജിക് എടുക്കാം. Another thing that we see is there is nothing better than living for Christ here. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ചിലർ പറഞ്ഞു ഞാൻ മരണക്കിടക്ക് കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തോളാം, അപ്പൊ എനിക്ക് ലോകത്തിലെല്ലാം എൻജോയ് ചെയ്യാം, സ്വർഗത്തിൽ ചെന്ന് എൻജോയ് ചെയ്യാം. കർത്താവിന് വേണ്ടി ഇവിടെ ജീവിച്ചില്ലെങ്കിൽ ഒന്നും എൻജോയ് ചെയ്യത്തില്ല. മനസ്സിലായി? ഈ ലോകത്തിലെ ആൾക്കാർ ചെയ്യുന്നത് സർക്കസ് ചെയ്ത കള്ളുകൂടിയും അത് ഇതും എല്ലാം ഇറ്റ്സ് ജസ്റ്റ് നോൺസെൻസ്, ഇറ്റ്സ് ജസ്റ്റ് എംപ്റ്റിനെസ്.
Sin cannot satisfy you. Sin cannot add any value to you. Satan cannot add any value to you. ഒരുത്തിന് ആൽക്കഹോളിന്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിത് സാധനം തൊട്ടിട്ടില്ല. കുടിച്ച് ഹൈ ആയി കഴിഞ്ഞ് അടുത്ത ദിവസം ഇതിന് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. അപ്പോഴേ ഗൈ ഫീൽ സോ ഡം. മനസ്സിലായോ? സോ ദർ ഇസ് നോ വാല്യൂ അഡീഷൻ. അത് ആ ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. So we just need to be focused on seeking after God aggressively. അപ്പം കർത്താനായിട്ട് നമ്മൾ എന്തോ ക്രോസിനെ പറ്റി നമ്മൾ കണ്ടത് എന്തുവാ? I think we'll stop here. നമ്മൾ മനസ്സിലാക്കുന്നത് ക്രോസ് is essentially suffering for the sake of Christ, refusing to give up Christian values for the sake of Christ. കർത്താവിന്റെ വചനം വിട്ട് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാത്തപ്പോഴാണ് നമ്മൾ കർത്താവിന്റെ ക്രോസ് വഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുമുള്ള ആൾക്കാർ സാഹചര്യങ്ങളെ നമ്മൾ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റിൽ നിന്നുകൊണ്ട്, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ആ ഫ്രൂട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ലോകം പറയും നിന്റെ സമാധാനം കളാം, ത്രോ അവേ യുവർ ജോയ്, ത്രോ അവേ യുവർ ലവ്, റിയാക്ട് ആസ് എ വേൾഡ്ലി പേഴ്സൺ. അപ്പം നമ്മൾ അവിടെ അത് വിടാതെ വചനത്തിന്റെ ആ ബൗണ്ടറിക്കകത്ത് നിൽക്കുന്നതാണ് ക്യാരിങ് ദി ക്രോസ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് നോക്കുമ്പോൾ വി നീഡ് ടു റിമെമ്പർ ദിസ് അറ്റ് ഓൾ ടൈംസ്. വചനം എപ്പോഴും പ്രാക്ടിക്കലാണ്. അപ്പം ഈ ഒരാഴ്ച ജസ്റ്റ് ഇവാലുവേറ്റ് നമ്മൾ എത്രമാത്രം നമ്മൾ ആക്ച്വലി ഇപ്പം തന്നെ ചിന്തിച്ചാൽ യു വിൽ നോ എത്രയുമാണ് നമ്മൾ വചനത്തിനകത്ത് നിൽക്കുന്നതെന്ന്. ഇല്ലേ, കഴിഞ്ഞ ആഴ്ച എടുത്ത് നമ്മൾ എത്ര പേർക്ക് അപ്സെറ്റ് ആയി, മുഖത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ നിന്ന് എത്ര പ്രാവശ്യം നമ്മൾ അപ്സെറ്റ് ആയി, നമ്മൾ ഇറിറ്റേറ്റഡ് ആയി, ഇല്ലേ? നമുക്കൊരു അപ്പം ഇങ്ങനൊരു ഇറിറ്റേഷനോ ഇതൊക്കെ പ്രശ്നം വരുമ്പം അത് ചുമ്മാ ക്രോസ് ക്യാരി എന്ന് പറഞ്ഞ് അത് പിടിച്ചോണ്ടിരിക്കണ്ട. ബ്രിങ് ഇറ്റ് ടു ജീസസ്, and he will tell you what to do. The Holy Spirit always has a way out. And God, the Holy Spirit is not a fool. The Holy Spirit is very, very wise. അപ്പൊ നമുക്കൊരു നെഗറ്റീവായിട്ടൊരു സർക്കംസ്റ്റൻസ് വരുമ്പം കർത്താവ് എന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ചേക്കുന്ന കുരിശാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കില്ല. Bring it to Jesus. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ God can change things. I mean, പീറ്ററും സൈലസും അല്ലേ ജയിലിൽ കിടന്ന്, കല്ലറയ്ക്കകത്ത് കിടന്ന്, പോളും സൈലസും. അപ്പം അവര് അവിടെ കിടന്നു. ഓക്കെ, കല്ലറയ്ക്കകത്ത് കിടന്ന് അവര് ചേർച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് they were able to be delivered, അല്ലേ? അപ്പം പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലോ ഒരുപക്ഷെ അവിടെ കാഴ്ച അടുത്ത ദിവസം പോയത്. And God's plan would not have been fulfilled in their lives. So when you have a pressure situation, bring it to Jesus. Jesus will help you through. Okay, any questions? വീഡിയോ ഓൺ ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് താങ്ക്സ്. ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു ഷെയർ. എന്താന്ന് വെച്ചാല് നമുക്ക് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ സ്ട്രെസ് ചെയ്യുന്നത് നമ്മൾ ചില എക്സ്പ്രഷൻസ് കാണുമ്പോൾ. ഓക്കെ, സോ എനിബഡി ഹാസ് ഗോട്ട് എനി ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. മിസ് മുത്ത് പ്രാർത്ഥിക്കോ? ഞെട്ടുന്നു. മിസ് മുത്ത് പ്രാർത്ഥിക്കുമോന്ന് കേട്ടില്ലേ? സ്റ്റക്കായോ? ഇല്ല, പൊന്നു നിങ്ങളുടെ വീഡിയോ സ്റ്റക്കായെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, പ്രാർത്ഥിക്ക. Thank you, Lord Jesus, for this beautiful day. We thank you for the time we have your presence, Father. Thank you, Lord, for the Holy Spirit revealed and those mysteries from the word of God, Father Lord. We thank you, Lord, for once again informing us, Father Lord, about the cross of Christ, Father Lord. Lord, help us, Father Lord, to take up the cross daily and follow you, Father Lord. We
them. There are a lot more things that we have to clarify, O Father Lord. But Holy Spirit of God, we pray that you will pour out your wisdom upon us, O Father Lord, so that we can live our everyday life, O Father Lord, in a way that is pleasing in your presence, O Father Lord. We thank you, Lord, for all the blessings. Thank you, Lord, for all the promises that you have given unto us through the word of God, O Father Lord. Help us to receive everything, O Father Lord, and to live a victorious and miraculous Christian life, we pray, O Father Lord. We thank you, Lord, for this blessed time, O Father. Thank you, Lord, for using Pastor to preach unto us the word of God, O Father Lord. Bless him more and more. We pray that you bless him with more of the mysteries of the word of God and his family, O Father. Thank you, Lord, for all the people who participated today, O Father Lord. We thank you, Lord, for this good word of God has been rooted in their minds, O Father Lord. Let it produce much fruit in all of this, we pray, O Father. Thank you, Lord Jesus, for blessing us and answering our prayer, O Father. Until we meet again, we pray that this word of God will grow in us, O Father Lord, and that we will produce much fruit, O Father. We give you all the praise and the glory. In Jesus' name we pray. Amen, amen. Thank you. Okay. Okay, ശരി. അപ്പം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ക്ലോസ്. അടുത്ത ആഴ്ച കാണാം. ഗോഡ് ബ്ലസ്.